ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകിയിരിക്കുന്നു. ഇന്ന് വെളുപ്പിന് 1:44 പാക് അധിനിവേശ കാശ്മീരിലെയും പാകിസ്ഥാനിലെയും 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയത്. ഈ 9 കേന്ദ്രങ്ങളും പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. ഇപ്പോൾ സ്വാതി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സ്വാതി, വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞിരിക്കുന്നു. മറ്റ് എന്തൊക്കെ നിർണായക നീക്കങ്ങളാണ് ദില്ലിയിൽ നടക്കുന്നത്? ഷമി, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം, അതായത് കേന്ദ്ര മന്ത്രിസഭാ യോഗം കൂടി ഇപ്പോൾ ചേരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെയാണ് യോഗം ചേരുന്നത്. ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിന് ശേഷം, അതായത് ഈ ഭീകര കേന്ദ്രങ്ങൾ നേരത്തെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു മിസൈൽ ആക്രമണം, സംയുക്ത സേനയുടെ ഭാഗമായ ഒരു മിസൈൽ ആക്രമണം നടത്തിയത് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ് ഈ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി അതോടൊപ്പം തന്നെ ഇതിന്റെ സേനാ അംഗങ്ങൾ അടക്കം വിശദീകരിച്ചിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ഭീകര സംഘടനകൾക്ക് ഭീകരർക്ക് പരിശീലനം നൽകുകയും കുറേ നാളുകളായി ഈ പാകിസ്ഥാനിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ക്യാമ്പുകൾക്ക് നേരെയാണ് ഇന്ന് പുലർച്ചെ, അതായത് 1:44 കൂടിയുള്ള ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിന് പിന്നാലെ ഓരോ ദൃശ്യങ്ങളടക്കം വിശദീകരിച്ചുകൊണ്ടായിരുന്നു വ്യക്തമായ ഈ വാർത്താ സമ്മേളനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെ ഒരു സൈനിക താവളങ്ങളും ഈ സൈനിക ആക്രമണത്തിൽ ലക്ഷ്യം വെച്ചിരുന്നില്ല. അതായത് സംയുക്തമായി നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഒരു സൈനിക താവളങ്ങളും പാകിസ്ഥാന്റെ ലക്ഷ്യം വെച്ചിട്ടിരുന്നില്ല. പൂർണ്ണമായും ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമായിരുന്നു ആക്രമണം നടത്തിയത്. അത്തരത്തിൽ പൂർണ്ണമായും ഈ അക്രമികളെ തുരത്തുക, അല്ലെങ്കിൽ ഭീകരവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഭീകരവാദികളെ അവരുടെ കടന്നുകയറ്റം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നത്. അപ്പോൾ ഓരോ കേന്ദ്രങ്ങളുടെയും പ്രത്യേകതകളടക്കം വിശദീകരിച്ചുകൊണ്ടായിരുന്നു ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ നടന്നത്. കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞ കാര്യങ്ങൾ, മുംബൈ ഭീകരാക്രമണത്തിനടക്കം പങ്ക് ഉള്ള, അല്ലെങ്കിൽ അത് സംബന്ധിച്ച കുറേയധികം കാര്യങ്ങളും പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ള കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഭീകരാക്രമണത്തിൽ തകർത്തത്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള കേന്ദ്രങ്ങളുടെ പശ്ചാത്തലം, മുൻകാലത്തെ പശ്ചാത്തലം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കൃത്യമായും ഈ വാർത്താ സമ്മേളനം പൂർത്തീകരിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ഇനി മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ ഏത് തരത്തിലാണ്? പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള പ്രകോപനം ഇപ്പോൾ അതിർത്തി ഭാഗങ്ങളിൽ തുടരുന്ന സാഹചര്യമാണ്. ഈ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളെയൊക്കെ തന്നെയും മറ്റ് ബംഗറിൽ ഉൾപ്പെടെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. 10ഓളം വരുന്ന ആളുകളെ, സിവിലിയൻസിന് നേരെയുള്ള ആക്രമണം, 10ഓളം പേര് കൊല്ലപ്പെട്ട സാഹചര്യം കൂടി ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അവിടെ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട്, BSFനെ അടക്കം വിന്യസിച്ചുകൊണ്ടുള്ള കനത്ത സുരക്ഷ ഏർപ്പെടുത്തണം, പ്രദേശവാസികളെല്ലാം അവിടെ നിന്നും മാറ്റിക്കൊണ്ടുള്ളൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് സൈന്യം പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ഈ ആക്രമണം സംബന്ധിച്ച്, അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ഇന്ത്യയുടെ സൈനിക നടപടി സംബന്ധിച്ച വിശദാംശങ്ങൾ, വിലയിരുത്തലുകൾ ഒക്കെയും അവിടെയും ചർച്ചയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാൻ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചു പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഏതു തരത്തിലും ഇന്ത്യയുടെ നടപടിക്കെതിരെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യമാണ് പാകിസ്ഥാൻ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ ഏത് തരത്തിൽ വേണം സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജീകരിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ നിർണായക യോഗം, കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലടക്കം ഇത് സംബന്ധിച്ച്. തീർച്ചയായും സ്വാതി, പാകിസ്ഥാന് ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള കൃത്യമായ മറുപടി രാജ്യത്തിന് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയത്.